ശ്രീരാമചന്ദ്രായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസനു വന്ദേ വിശുദ്ധവിജ്ഞാനു കവീശ്വരകവീശ്വരു. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അയോധ്യാകാന്ഡത്തിലെ 88-ാമത്തെ സർഗ്ഗമാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഗുഹൻ പറഞ്ഞതെല്ലാം കേട്ട് ഭരതൻ ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ജ്യേഷ്ഠൻ രാത്രി കഴിച്ചു കൂട്ടിയത്? ആ ഇങ്കുതി മൂലം, ഓടലിൻ്റെ തറ, ആ ഇങ്കുതി മൂലത്തിലാണ് എന്ന് പറഞ്ഞ് ഗുഹൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് സങ്കടം സഹിക്കവയ്യാതെ ഭരതൻ അമ്മമാരോട് പറയണം, ഇവിടെയാണ് രാമൻ കിടന്നത്. മഹാരാജാവ് ദശരഥൻ്റെ മൂത്ത മകൻ ഇവിടെയാണോ കിടക്കേണ്ടത്? വിമാനം കണക്കെ ഉയർന്ന മട്ടുപാവുകളോടുകൂടിയ സ്വർണവും വെള്ളിയും പതിച്ച നിലങ്ങളുള്ള അറകളിൽ വിലയേറിയ വിരികൾ വിരിച്ച് പൂക്കൾ വിതറിയ സുഗന്ധമേലുന്ന കിടക്കുകളിൽ, വെൺമേഘസദൃശങ്ങളായ കിടക്കുകളിൽ, അതും വർണ്ണത്തത്തകളുടെ കളകൂജനം കേട്ട് കിടക്കേണ്ട രാമൻ രാവിലെ മൃദംഗധ്വനി കേട്ട് പള്ളിക്കുറപ്പ് എഴുന്നേറ്റ് സൂതമാഗധബന്ധികളോടുകൂടി ചുറ്റപ്പെട്ട് ഇഷ്ടകഥകളും ഗാഥകളും കേട്ടുകൊണ്ടിരിക്കുന്ന രാമൻ, ഈ ശ്രീരാമൻ ഇങ്ങനെയാണോ പറ്റിയത്? ഹേ ലോകമേ, എന്താണ് ഇത്? മിഥ്യയാണോ? അതോ ഞാൻ കാണുന്ന കിനാവാണോ? കാലം തന്നെയാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ദേവത എന്ന് ഞാൻ ധരിക്കുന്നു. ഓഹോ കഷ്ടം! ദശരഥ മഹാരാജാവിൻ്റെ സ്നുഷ വിദേഹപുത്രിയായ സീതാദേവി ഇവിടെയാണോ നിലം ചാഞ്ഞത്? അതെ, അങ്ങനെ തന്നെയോ. ഇവിടെ ചില സ്വർണ്ണപ്പൊടികൾ കാണുന്നുണ്ട്. അപ്പോൾ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് ദേവി ഇവിടെ കിടന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ അവിടെ തന്നെ ചില പട്ടുനൂലിൻ്റെ അടയാളങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ ഇവിടെ തന്നെ കിടന്നത് എന്ന് ഉറപ്പാക്കാം. ഇതെനിക്ക് സഹിക്കാവുന്നതിലും കഠിനമാണ്, രാമൻ ഈ മണ്ണിലിങ്ങനെ കിടന്നു എന്നുള്ളത്. ഓഹോ കഷ്ടം! ലക്ഷ്മണ, നീ തന്നെയാണ് ധന്യൻ. സീതയും വളരെ സിദ്ധാർത്ഥ തന്നെയാണ്. സീതയ്ക്കും രാമചന്ദ്രൻ്റെ കൂടെ ഒപ്പം പോകാൻ പറ്റിയല്ലോ. സിദ്ധാർത്ഥ ഖലു വൈദേഹി പതിം യാനുഗതാവനം. ഇനി എന്താണ്ടാവും? ഭൂമി പോലും ഇനി നശിക്കാൻ പോവാണ് രാമചന്ദ്രനില്ലാതെ. അകർണധാര പൃഥിവി. കർണധാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി തുഴയുന്ന ആള്. അപ്പോൾ ഭൂമിയെ ഇനി തുഴയാൻ, ഭൂമിയെ ഒരു ദിക്കിലേക്ക്, ഒരു വശത്തേക്ക് എത്തിക്കാൻ ആരും ഉണ്ടാവില്ല. ദശരഥ മഹാരാജവും നഷ്ടപ്പെട്ടു, രാമനും ഇങ്ങനെ വനത്തിലെത്തി. അകർണധാര പൃഥ്വി ശൂന്യേവ പ്രതിഭാദ്യമേ. ഈ ഭൂമി ശൂന്യമായി തീരും. ഗതേ ദശരഥേ സ്വർഗേ രാമേ ചാരണ്യമാശ്രിതേ. ദശരഥൻ സ്വർഗത്തിൽ പോയ സമയത്ത് സ്വർഗത്തിലേക്കും പോയി, രാമൻ അരണ്യത്തിലേക്കും പോയി. എന്താണ്, ഈ ലോകം മുഴുവൻ നശിക്കാൻ പോവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭൂമികൾക്ക് മതിലുകളില്ലാതാവും, വാഹനങ്ങൾ മുഴുവൻ നിയന്ത്രണമറ്റതാവും, പുരദ്വാരങ്ങനെ തുറന്നു കിടക്കും, രാജധാനിയിൽ കാവലുകളൊന്നും ഇല്ലാണ്ടാവും, സേനകളൊക്കെ അതൃപ്തരാവും, വേണ്ട പോലെ ചിട്ടയായിട്ടൊന്നും ഉണ്ടാവില്ല, നഗരി ശൂന്യമാവും, ശത്രുക്കൾക്ക് പോലും ഈ അയോധ്യ വേണ്ടാതാവും. ഒന്നിനും കൊള്ളാതെ അയോധ്യ ഇനി ആർക്ക് വേണം എന്നുള്ള മട്ടിലാവും ശത്രുക്കൾ പോലും വിചാരിക്കാം. അത് കാരണം ഞാനൊരു പ്രതിജ്ഞ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ ഭരതൻ പ്രതിജ്ഞ ചെയ്യണം. അദ്യപ്രഭൃതി ഭൂമോതു ശയിഷ്യേഹം തൃണേഷു ഫലമൂലാശനോ നിത്യം ജടാശീരാണി ധാരേൻ. ഇന്ന് തൊട്ട് ഞാനും ഭൂമിയിൽ തന്നെ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുല്ലിൽ. ഏട്ടനും എഴുത്തമ്മയും കടന്ന് കാണിച്ചെന്നില്ലേ, അതുപോലെ ഞാനും ഇനി ഇത്ര ചെയ്യാൻ പോകുള്ളൂ. ഒന്നുകിൽ അവർ വരണം, അല്ലെങ്കിൽ അവർ വന്ന് രാജ്യം ഭരിക്കണവർ ഞാൻ തന്നെ ചെയ്യുള്ളൂ. ഫലമൂലാശനോ നിത്യം. ഫലമൂലങ്ങളെ, വേറെ രാജഭോഗങ്ങളൊന്നും ഉപയോഗിക്കില്ല. ജടാചീരാണി ധാരേൻ. ഏട്ടനും ലക്ഷ്മണനും ചെയ്ത പോലെ ജഡയും, അതുപോലെ തന്നെ ഈ
മുനിമാർക്കൊത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഞാൻ നടക്കുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞയും ചെയ്യാണ്. ഞാനും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കാട്ടിൽ കഴിച്ചു കൂട്ടും. ഏട്ടൻ വരുന്നില്ലാണെങ്കിൽ ഞാനും കഴിച്ചു കൂട്ടും. ചിലപ്പോൾ ശത്രുഘ്നനും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ രാമൻ വന്നാലോ, അപ്പോൾ ലക്ഷ്മണനും വരും. രാമനും ലക്ഷ്മണനും ഇവിടെ നാട്ടിൽ നിന്നോട്ടെ, ഞങ്ങൾ രണ്ടാളും കാട്ടിൽ നിൽക്കാം. ഇതങ്ങനെയും പറ്റില്ലേ എന്നുള്ള മറ്റുള്ള ചിന്ത. എൻ്റെ ഈ അഭിലാഷം ദേവതകൾ നടക്കട്ടെ. ഞാൻ രാമൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കും. പ്രസാദ്യമാനശിരസാമയ സ്വയം. ഞാൻ കാല് പിടിച്ച് കാലിൽ വീണ് തല തല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും വരും. എന്തായാലും ഞാനും കാട്ടിൽ വന്ന് ഈ അഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ അത് ആ അഭ്യർത്ഥന ഉപേക്ഷിക്കാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറാവില്ല. ഉപേക്ഷിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. പ്രസന്നത യാനഗതാഭിഷേകതസ്തഥാന മംളേ വനവാസകൃച്ഛ്രത മുഖംബുജശ്രീ രഘുനന്ദനസ്യ മേ തഥാസ്തു സാ മഞ്ജുളമംഗളപ്രദ.